Hi everyone, welcome to Krish Talks. Hi everyone. അഗാഥ ക്രിസ്റ്റിയുടെ ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്ത ഒരു ഭാഗമാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. എക്സെർപ്റ്റ്സ് ഫ്രം ആൻ ഓട്ടോബയോഗ്രഫി അഗാഥ ക്രിസ്റ്റി. ഓക്കെ, അപ്പോൾ ഈ ഒരു പാഠഭാഗം ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിപ്പിച്ചു തരാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈച്ച് ലൈൻ നമ്മൾ മലയാളം സമ്മറി പറഞ്ഞിട്ട് പറയുമ്പോൾ നിങ്ങൾക്കത് വളരെയധികം ബോറിംഗ് ആയിരിക്കും. നമ്മുടെ വീഡിയോ ലെങ്തി ആയിട്ട് പോകും. എക്സാം ടൈമിലൊക്കെ കേൾക്കുന്ന സമയം വെച്ചാൽ നിങ്ങൾക്കത് വളരെ ബോറിംഗ് ആയിട്ട് തോന്നും. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കിയിട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കിയിട്ട് നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമുക്കിതിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ, മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ സമ്മറി മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം സമ്മറി പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലും ബാക്കിയുള്ള കാര്യങ്ങളും മലയാളത്തിൽ സ്റ്റോറി പറയുന്ന പോലെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഞാൻ നോട്ട് ചെയ്യേണ്ടത് പറയാം. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളൂ. പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിലെ മൊത്തം കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ബ്രീഫ് ആയിട്ടുള്ള സമ്മറി പോലെയും നിങ്ങൾക്ക് തരാം. ഓക്കെ, ഇതിൽ കുറേ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റാക്കി തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓതറിനെ പറ്റിയിട്ടൊന്ന് നോക്കാം. നമ്മുടെ അഗാഥ ക്രിസ്റ്റി ഒരു ഇംഗ്ലീഷ് ഡിറ്റക്റ്റീവ് നോവലിസ്റ്റും ഒരു പ്ലേ റൈറ്റും ഒക്കെ ആയിരുന്നു. മാത്രമല്ല, ഷീ ഈസ് ഫേമസ് ആസ് എ റൈറ്റർ ഓഫ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ആൻഡ് ഹെർ വർക്ക്സ് വേർ ട്രാൻസ്ലേറ്റഡ് ടു മോർ ദാൻ 100 ലാംഗ്വേജസ്. അപ്പോൾ കൂടുതൽ എഴുതാറുള്ളത് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ടൈപ്പൊക്കെയാണ് എഴുതാറുള്ളത്. അത് മാത്രമല്ല 100ഓളം ലാംഗ്വേജസിലോട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ, in this excerpt, Agatha Christie describes her life as a nurse during the First World War. ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് അഗാഥ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ഹെർ ഇനീഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ റൈറ്റിംഗ്സ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ, അവൾക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള വർക്കൊക്കെ ഒന്ന് എഴുതിയാൽ കൊള്ളാമെന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻ ഓട്ടോബയോഗ്രഫി ഈസ് ദ ടൈറ്റിൽ ഓഫ് അഗാഥ ക്രിസ്റ്റീസ് ലൈഫ് സ്റ്റോറി നറേറ്റഡ് ബൈ ഹെർ. അപ്പോൾ ഈ ഒരു ഓട്ടോബയോഗ്രഫിയിൽ അവളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹെർ എക്സ്പീരിയൻസസ് ഫ്രം ചൈൽഡ്ഹുഡ് ടു ഹെർ ജേർണീസ് ടു ഇറാഖ് ആൻഡ് ടർക്കി വിത്ത് ഹെർ ആർക്കിയോളജിസ്റ്റ് ഹസ്ബൻഡ്. അവരുടെ ഹസ്ബൻഡിന്റെ കൂടെ യാത്ര ചെയ്തതും പിന്നെ അവരുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങളും ഒക്കെ തന്നെ അതിൽ പറയുന്നുണ്ട് എന്നാണ് പറയണേ. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ഓട്ടോബയോഗ്രഫി അഗാഥ ക്രിസ്റ്റി എഴുതുന്നത്, അഗാഥ ക്രിസ്റ്റി സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ദിസ് ഓട്ടോബയോഗ്രഫി ഇൻ 1950. 1950 ഇത്തരത്തിലുള്ള ഒരു ഓട്ടോബയോഗ്രഫി എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ് ചെയ്തത് ഇൻ 1965. ഒരു 15 വർഷത്തിന് ശേഷമാണ്, 1965 ഈ ബുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോഴും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം 1977 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോഴേക്കും അഗാഥ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് 2 years ആഫ്റ്റർ ഹെർ ഡെത്ത്, മരണത്തിന് ശേഷം 2 വർഷം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്, ഓട്ടോബയോഗ്രഫിന്റെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. Then this excerpts is taken from the chapter 3 of her memoir. അപ്പോൾ മെമ്മോയറിലെ ചാപ്റ്റർ 3 ആണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. where she tells the readers how she planned her first novel and how she finalized the characters for it. അപ്പോൾ ഇതിൽ പറയുന്നത് അവളുടെ ഫസ്റ്റ് നോവലാണ് കേട്ടോ, ഡിറ്റക്റ്റീവ് നോവൽ. അപ്പോൾ ആ ഡിറ്റക്റ്റീവ് നോവൽ അവൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്തത് എഴുതാനായിട്ട്, പിന്നെ അതിൽ ക്യാരക്ടേഴ്സിനൊക്കെ എങ്ങനെയാണ് ഫിക്സ് ചെയ്തത്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നേഴ്സാണ് കേട്ടോ, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേഴ്സായിട്ട്. ആ സമയത്ത് ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്താണ്, ഡിറ്റക്റ്റീവ് നോവലാണ് എഴുതാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ഇറ്റ് വാസ് വൈൽ ഐ വാസ് വർക്കിംഗ് ഇൻ ദ ഡിസ്പെൻസറി ദാറ്റ് ഐ ഫസ്റ്റ് കൺസീവ് ദ ഐഡിയ ഓഫ് റൈറ്റിംഗ് എ ഡിറ്റക്റ്റീവ് സ്റ്റോറി. ഇപ്പം ഈ ഒരു സമയത്ത് ഒരു ഡിസ്പെൻസറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിസ്പെൻസറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാർമസി, ഓക്കെ, ഫാർമസിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു സമയത്താണ് ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി എഴുതാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം അപ്പം ഇത്തരത്തിലുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിസ്പെൻസറിയിൽ. അപ്പോൾ ഈ ഒരു സമയത്ത് ഡിറ്റക്റ്റീവ് സ്റ്റോറി എഴുതാനുള്ള പ്ലാൻ വന്നത് എന്തുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ആദ്യം ചെയ്തിരുന്നത് നഴ്സിംഗ് ആയിരുന്നു. അപ്പോൾ നഴ്സിംഗ് കീപ്സ് വൺ ഓൾവേസ് ബിസി. നഴ്സിംഗിൽ എപ്പോഴും നമ്മൾ തിരക്കായിരിക്കും, എന്തെങ്കിലും എപ്പോഴും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാനുണ്ടാവും. ബട്ട് ഡിസ്പെൻസിങ് ഹാസ് സ്ലാക്ക് ആൻഡ് ബിസി പീരീഡ്സ്. പക്ഷേ ഈ ഒരു ഡിസ്പെൻസിംഗ് എന്ന് പറയുമ്പം, നമ്മൾ ഫാർമസിയിൽ നിന്ന് പറയുമ്പം എപ്പോഴും ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് മിക്കവാറും സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാനുള്ള സമയം കിട്ടും എന്നാണ് പറയുന്നത്. ദെൻ
Sometimes the author would be on duty alone in the afternoon with hardly anything to do. Thus, she had a favorable opportunity to think about her novel. ഞാൻ അതിൻ്റെ ആൻസർ ആട്ടോ വായിച്ചേ. അപ്പം എന്താണ്, മിക്കവാറും സമയത്ത് വെറുതെ ഇരിക്കുക, ഉച്ച കഴിഞ്ഞിട്ടൊക്കെ വെറുതെ ഇരിക്കുന്ന സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഒരു നോവൽ എഴുതാനുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. മാത്രമല്ല എന്താണ്, ഹാവിങ് സീൻ ദാറ്റ് ദ സ്റ്റോക്ക് ബോട്ടിൽസ് വെർ ഫുൾ ആൻഡ് അറ്റൻഡഡ് ടു, one was at liberty to do anything one pleased except leave the dispensary. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, നമ്മൾ ആ ഒരു ഡിസ്പെൻസറിയിൽ ഇപ്പം നമുക്ക് വർക്കൊന്നും ഇല്ലെങ്കിൽ പോലും പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ ഉള്ളിൽ ഇപ്പം വെറുതെ ഇരിക്കുകയാണെങ്കിലും എന്തെങ്കിലും വേറെ വർക്കൊക്കെ ചെയ്തിരുന്നാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അപ്പോൾ ആ ഒരു സമയത്താണ് ഡിറ്റക്റ്റീവ് സ്റ്റോറി എഴുതാനുള്ള പ്ലാനിങ് ഒക്കെ നമ്മുടെ റൈറ്ററിൻ്റെ മനസ്സിലോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ എന്തിനെക്കുറിച്ച് എഴുതണമെന്ന് ആലോചിച്ചപ്പോൾ പെർഹാപ്സ് ഇറ്റ് വാസ് നാച്ചുറൽ ദാറ്റ് ഡെത്ത് ബൈ പോയിസണിങ്, അതായത് സിൻസ് ഷി വാസ് സറൗണ്ടഡ് ബൈ പോയിസൺസ്, അവൾക്ക് ചുറ്റും പലതരത്തിലുള്ള പോയിസൺസും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഒരു പോയിസൺ കൊണ്ട് ഒരാൾ മരണപ്പെടുന്നതായിട്ടുള്ള ഒരു സ്റ്റോറി എഴുതി കൂടാ എന്ന് അവളുടെ മനസ്സിലോട്ട് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ ഒരു തീമൊക്കെ സെറ്റായി. അപ്പോൾ പോയിസൺ കൊണ്ട് മരിക്കുന്ന ഒരു കാര്യം നമുക്ക് എഴുതാം എന്ന് അവൾ സെറ്റ് ചെയ്തു. ദെൻ ഐ വെൻറ്റ് ഓൺ ടു ദ ഡ്രമാറ്റിസ് പേഴ്സണിങ്, അതായത് ഇനി വേണ്ടത് എന്താണ്, ക്യാരക്ടേഴ്സാണ് ഇനി വേണ്ടത്. അപ്പോൾ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലേക്ക് വന്നു. ഹൂ ഷുഡ് ബി പോയിസൺഡ്, ആർക്കാണ് പോയിസൺ ഏൽക്കേണ്ടത്? ഹൂ വുഡ് പോയിസൺ ഹിം ഓർ ഹെർ, ആരാണ് പോയിസൺ ഏൽപ്പിക്കുക? വെൻ, വെർ, ഹൗ, വൈ, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അവളുടെ മനസ്സിലോട്ട് വരികയാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവൾ തീരുമാനിക്കുന്നത് ദർ വുഡ് നാച്ചുറലി ഹാവ് ടു ബി എ ഡിറ്റക്റ്റീവ്, എന്തായാലും സ്റ്റോറിയിൽ ഒരു ഡിറ്റക്റ്റീവ് വേണം, ഈ കേസൊക്കെ അന്വേഷിക്കാനായിട്ട് ഒരു ഡിറ്റക്റ്റീവ് വേണം എന്ന് തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പരാൾ ഷെർലക് ഹോംസിൻ്റെ ഒക്കെ ഭയങ്കര ഒരു ആരാധികയാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതേപോലെ എല്ലാം ഐ മസ്റ്റ് ഇൻവെന്റ് വൺ ഓഫ് മൈ ഓൺ, ഞാനൊരാളെ എനിക്ക് വേണ്ടിയിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം അങ്ങനെ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചിന്തിക്കുകയാണ്, മിക്കവാറും കൊലപാതകങ്ങളിലൊക്കെ തന്നെ ഒരു ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നതൊക്കെ ആയിട്ടാണ് നമ്മൾ കാണാറുള്ളത്. പിന്നെ നമുക്ക് കഥ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നും ഇയാളാണ് കൊന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷെ ലാസ്റ്റ് ആയിരിക്കും അറിയാം ആളല്ല കൊന്നത്, വേറൊരാൾ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് കൊന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുക അല്ലേ. അപ്പം അതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലോട്ട് വന്നപ്പം അവൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയി. അറ്റ് ദാറ്റ് പോയിന്റ് ഐ ഗോട്ട് കൺഫ്യൂസ്ഡ് ആൻഡ് വെൻറ്റ് എവേ ആൻഡ് മെയ്ഡ് അപ്പ് എ കപ്പിൾ ഓഫ് ബോട്ടിൽസ് ഓഫ് എക്സ്ട്രാ hypochlorous lotion so that I should be fairly free of work the next day. അപ്പോൾ പോയിട്ട് കുറച്ച് ഡിസ്പെൻസറി വർക്കൊക്കെ ചെയ്യാൻ പോവാണ്, ലോഷൻ്റെ കുറച്ച് വർക്കൊക്കെ ചെയ്യാൻ പോവുക. അപ്പോൾ അത് മുൻകൂട്ടി ചെയ്താൽ നാളെ ഫ്രീ ആയിട്ടിരിക്കാം, അപ്പോൾ നാളെ കുറച്ചും കൂടി നല്ല രീതിക്ക് ചിന്തിച്ച് എഴുത്തൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്ന് അവൾ വിചാരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾക്കൊരു ഐഡിയ മനസ്സിലോട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ അടുത്ത് ഒരു വീട്ടിൽ താമസക്കാരായിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് നോക്കിയപ്പോൾ അവിടെയുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കറുത്ത താടിയുണ്ട്, അത് മാത്രമല്ല ആൾക്കൊരു ഭാര്യയുണ്ട്, ഇയാളെക്കാളും വയസ്സ് മൂത്ത ഒരു ഭാര്യയാണ് കേട്ടോ. ഹി ഹാഡ് എ വൈഫ് ഹു വാസ് ഓൾഡർ ദാൻ ഹിംസെൽഫ് ആൻഡ് ഹു വാസ് വെരി റിച്ച്. ഇയാളെക്കാളും വയസ്സിന് മൂത്തൊരു ഭാര്യയാണ്, കുറച്ചും കൂടി റിച്ചാണ് ഭാര്യ. ഓക്കെ, അങ്ങനെ ഒരു കുറച്ച് ആൾക്കാരെ കണ്ടു. അപ്പോൾ ഇവിടെ വിചാരിച്ചു ഇവരെ പറ്റിയിട്ട് എന്തായാലും ഇവരൊക്കെ നമ്മുടെ സ്റ്റോറിയിൽ ആഡ് ചെയ്യാം എന്ന് ആലോചിച്ചു. പക്ഷേ ഇവൾക്ക് നന്നായിട്ട് അറിയാം, ആ വീട്ടിൽ താമസിക്കാൻ വന്നിരിക്കുന്ന ആളെ ഇവൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ ആൾക്ക് ആരെയും കൊല്ലാനൊന്നും സാധിക്കില്ല, വളരെ പാവമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇയാളെ വെച്ചിട്ട് നോക്കണ്ട, നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം എന്ന് പറയാണ്. കാരണം നമുക്ക് അറിയുന്ന ഒരാളെ വെച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ, അറിയാത്ത ഒരാളാണെന്ന് വെച്ചാൽ ആളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും ചിന്തിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അവൾ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. Then next day when I was sitting in a tram, I saw just what I wanted, a man with a black beard sitting next to an elderly lady who was chattering like a magpie. അതായത് നെക്സ്റ്റ് ഡേ അവളൊരു ട്രാമിലിരിക്കുന്ന സമയത്ത് അവൾ ഇതേപോലെ അവളുടെ മനസ്സിലുള്ള കൊലയാളിയുടെ ലുക്കുള്ള ഒരാൾ അവൾ കാണുകയാണ് ചെയ്യുന്നത്, കറുത്ത താടിക്കുള്ള ഒരാൾ. അപ്പോൾ ആളുടെ അടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രായം കൂടിയ ഒരു സ്ത്രീ ഇതേപോലെ ഇരിക്കുന്നുണ്ട്. ആ സ്ത്രീ മാഗ്പൈ എന്ന് പറഞ്ഞിങ്ങനെ ചലച്ചുകൊണ്ടിരിക്കില്ലേ, എപ്പോഴെപ്പോഴും നിർത്താതെ ചിലക്കില്ലേ, അങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം എൻ്റെ നോവലിലേക്ക് ആ ക്യാരക്ടേഴ്സിനെയൊക്കെ ദാറ്റ് മീൻസ് ആ സ്ത്രീയൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സ്ത്രീയൊന്നും എനിക്ക് പിടിച്ചില്ല എന്ന് അവൾ പറയാണ്. പക്ഷേ ആ ആൾ, താടി വെച്ചിട്ടുള്ള ആ ആൾ സ്യൂട്ടായിരിക്കും എന്ന് അവൾ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ആ കഥയിൽ അവരൊക്കെ ഉപയോഗിക്കാനായിട്ട് അവൾ തീരുമാനിക്കുകയാണ്, അവളുടെ സ്റ്റോറിയിലോട്ട് ഇവരൊക്കെ ഉപയോഗിക്കാനായിട്ട് അവൾ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്.
ദെൻ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ വെരി സൂൺ ഐ ഹാഡ് എ സ്കെച്ചി പിക്ചർ ഓഫ് സം ഓഫ് മൈ പീപ്പിൾ. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ അവൾക്ക് ഒരു രൂപരേഖ കിട്ടിയെന്നാണ് പറയുന്നത്, ക്യാരക്ടേഴ്സിൻ്റെ രൂപരേഖ അവൾക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. ദർ വാസ് ദ ഹേർട്ടി വുമൺ, ഐ ഈവൻ ന്യൂ ഹെർ നെയിം Evelyn. She could be a poor relation or a lady gardener or a companion, perhaps a lady housekeeper. ഒരു വളരെ എന്താ പറയുക പാവമായ സാധുവായിട്ടുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് എവ്ലിൻ എന്ന് പേരിടുന്നുണ്ട്. അതൊരു കമ്പാനിയൻ ആയിരിക്കാം, ഗാർഡനർ ആയിരിക്കാം, ഒരു ഹൗസ് കീപ്പർ ആയിരിക്കാം, അങ്ങനെ ഓരോരോ ക്യാരക്ടേഴ്സിനെ അവൾക്ക് കിട്ടാണ് ചെയ്യുന്നത്. ദെൻ ദർ വാസ് എ മാൻ വിത്ത് എ ബ്ലാക്ക് ബിയർഡ് whom I still felt I didn't know much about except for his beard. അപ്പോൾ ആ താടിയിൽ കൂടുതലല്ലാതെ ആളെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്യാരക്ടറിനെയും അവളുടെ മനസ്സിലോട്ട് അവൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരോ ക്യാരക്ടേഴ്സിനെ അവളുടെ മനസ്സിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ സ്റ്റോറി ലൈനൊക്കെ അവളിങ്ങനെ ആലോചിക്കുകയാണ്. ദ എൽഡർലി വൈഫ് വുഡ് ബി മേർഡേഡ് മോർ ഫോർ ഹെർ മണി. അപ്പോൾ പ്രൈംസ് എന്ന സ്ത്രീ ഉണ്ടല്ലോ, അപ്പോൾ ആ സ്ത്രീയെ നമുക്ക് എന്താ പറയുക പണത്തിന് വേണ്ടി കൊല്ലുന്നതായിട്ട് അല്ലെങ്കിൽ പണത്തിന് വേണ്ടി കൊല്ലപ്പെട്ടതായിട്ട് നമുക്ക് കാണിക്കാം എന്നൊക്കെ മൂപ്പരാൾ മനസ്സിലാലോചിക്കുകയാണ്. പിന്നീടും ഒരുപാട് ക്യാരക്ടേഴ്സിനെ ആഡ് ചെയ്യുന്നുണ്ട്. എ സൺ, എ ഡോട്ടർ, പോസിബിളി എ നെഫ്യൂ എന്നൊക്കെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. മകനെയും മകളെയും മരുമകനെയൊക്കെ ഒരു കുടുംബം കുറച്ച് വലിയൊരു ഫാമിലി ആക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതിൽ പറയുന്നത്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടി. എന്താ പറയുക കൊലയാളീനെയും ബാക്കിയുള്ള ആരാണ് എന്താണ് മരിക്കുന്നത് ആരാണെന്നും ഒക്കെ നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി വേണ്ടത് ഡിറ്റക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ ഡിറ്റക്റ്റീവ് എന്ന് പറയുമ്പം ഷെർലക് ഹോംസിൻ്റെ ഇതൊക്കെ അവൾ വായിച്ചിട്ടുള്ളതുകൊണ്ട് അതിൽ നിന്നൊക്കെ എന്താ പറയുക ഇൻസ്പയർഡ് ആയിട്ടാണ് ഇതൊക്കെ എഴുതുന്നത്. അപ്പോൾ അത് ഒരു സ്കൂൾ ബോയ് ആയിരിക്കണോ അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് ആയിരിക്കണോ എന്നൊക്കെ അവൾ ആലോചിക്കുകയാണ്. പക്ഷേ സയൻറ്റിസ്റ്റിനെ കുറിച്ചൊന്നും അവൾക്ക് കൂടുതലായിട്ട് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ട, ഡിറ്റക്റ്റീവ് ഒരു നല്ലൊരാൾ വേണം എന്തായാലും എന്നൊക്കെ അവൾ ആലോചിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്താണ് ദെൻ ഐ റിമെമ്പേർഡ് അവർ ബെൽജിയൻ റെഫ്യൂജീസ്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ കുറച്ച് അവരുടെ നാട്ടിൽ ബെൽജിയൻ റെഫ്യൂജീസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ തീരുമാനിക്കുകയാണ് എന്തുകൊണ്ട് എൻ്റെ ഡിറ്റക്റ്റീവ് ഒരു ബെൽജിയൻ റെഫ്യൂജി ആയിക്കൂടാ എന്ന് അവൾ ആലോചിക്കുകയാണ്. കാരണം എന്താ പറയുക അവരുടെ നാട്ടിലോട്ട് അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ളവരാണ്. അവരുടെ നാട്ടിലുള്ളവരാണെന്ന് വെച്ചാൽ ഒരുപാട് സ്നേഹവും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഈ അഭയാർത്ഥികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരാണെന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ബെൽജിയൻസ് എപ്പോഴും ഇങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബെൽജിയൻ ആയിട്ടുള്ള ഒരാളെ തന്നെ ഡിറ്റക്റ്റീവ് ആക്കാം എന്നവൾ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൾ എങ്ങനെയുള്ള ആളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആളൊരു ഇൻസ്പെക്ടർ ആയിരിക്കണം. ഇപ്പോൾ ക്രൈംസിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാമല്ലോ. അപ്പോൾ ആളൊരു ഇൻസ്പെക്ടർ ആയിരിക്കണം. He would be meticulous, very tidy. I thought to myself as I cleared away a good many untidy odds and ends in my own bedroom. A tidy little man. I could see him as tidy little man. Always arranging things, liking things in pairs, liking things square instead of round. അങ്ങനെ ഇവിടെ ചിന്തിക്കുകയാണ്, ആളുടെ സവിശേഷതകൾ ചിന്തിക്കുകയാണ്. കൃത്യമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളായിരിക്കണം, നല്ല വൃത്തിയും മെനയുള്ള ഒരാളായിരിക്കണം, സാധനങ്ങൾ എപ്പോഴും ഇങ്ങനെ കീപ്പ് ചെയ്ത് എന്താ പറയുക അറേഞ്ച് ചെയ്തൊക്കെ ചെയ്തു വെക്കുന്ന ഒരാളായിരിക്കണം എന്നവൾ ചിന്തിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ ആൾക്ക് നല്ല ബുദ്ധി വേണം, ബി വെരി ബ്രെയിനി, നല്ല ബുദ്ധിയുള്ള ഒരാളായിരിക്കണം. അങ്ങനെ ആൾക്കൊരു പേരും ഇടുന്നുണ്ട്. ഹൗ അബൌട്ട് കോളിംഗ് മൈ ലിറ്റിൽ മാൻ ഹെർക്കുലസ്. അപ്പോൾ ഹെർക്കുലസ് എന്നുള്ളൊരു പേരിട്ട് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് എന്നവൾ ആലോചിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നെയിം കിട്ടി. ഇനി സെക്കൻഡ് നെയിം ആയിട്ട് പൈററ്റ് എന്നുള്ളൊരു പേര് കൂടിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലാസ്റ്റ് ഒന്നും, അപ്പോൾ ഈ പേര് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ഇവൾക്ക് അറിയില്ല, ന്യൂസ് പേപ്പറിൽ എവിടെ നിന്നോ വായിച്ച് കേട്ടതാന്ന് തോന്നുന്നു, മനസ്സിലോട്ട് വന്നതാണ്. അങ്ങനെ ലാസ്റ്റ് ഈ പേരുകൾ കൂടി അവളൊന്ന് ഫിക്സ് ആക്കുകയാണ്. ഹെർക്യൂൾ എന്നാക്കി മാറ്റി. ആ ഹെർക്കുലസ് എന്നുള്ളത് ഹെർക്യൂൾ എന്നാക്കി മാറ്റി. അപ്പം ഹെർക്യൂൾ എന്താ പറയുക പൈറോട്ട് എന്നുള്ളൊരു പേര് ആക്കി ലാസ്റ്റ് അതിനെ മാറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിറ്റക്റ്റീവിൻ്റെ പേര് കേട്ടോ. അവൾ സെലക്ട് ചെയ്യുന്ന ആ ഡിറ്റക്റ്റീവിൻ്റെ പേരാണ് ഈ ഒരു ഹെർക്യൂൾ പൈറോട്ട് എന്നുള്ളത്. ഓക്കെ, ഇപ്പം നമ്മുടെ ഡിറ്റക്റ്റീവിന് മാത്രമേ പേരായിട്ടുള്ളൂ. ഇനി നമ്മുടെ ആ കൊലയാളി ഉണ്ടല്ലോ, ആ ബ്ലാക്ക് ബിയർഡ് കറുത്ത താടി വെച്ച ഒരാൾ, ആ ആൾക്ക് ഇവളിടുന്ന പേരാണ് ആൽഫ്രഡ് ഇഗ്ലത്തോർപ്പ് എന്നുള്ളത്. ഓക്കെ, ദാറ്റ് മൈറ്റ് ഡു, ഇറ്റ് വുഡ് ഗോ വെൽ വിത്ത് ദാറ്റ് ബ്ലാക്ക് ബിയർഡ്. അപ്പോൾ ആ ഒരു കറുത്ത താടിക്കാരന് ആൽഫ്രഡ് ഇഗ്ലത്തോർപ്പ് എന്നുള്ള പേരിടുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം എന്നവൾ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഐ ഹാഡ് ദ ബിഗിനിങ് ഓൾ സെറ്റിൽഡ്. അപ്പോൾ കഥയുടെ തുടക്ക ഭാഗങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ആൻഡ് ദ എൻഡ് അറേഞ്ച്ഡ്. അപ്പോൾ അവസാന ഭാഗം കൺക്ലൂഷനും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് ദർ വർ ഡിഫിക്കൽട്ട് ഗ്യാപ്സ് ഇൻ ബിറ്റ്വീൻ. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലും കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇത് എഴുതി നല്ല പെർഫെക്റ്റ് ആക്കി മാറ്റണം.
I had Hercule Poirot involved in a natural and plausible way, but there had to be more reasons why other people were involved. പക്ഷേ എന്താണ് ഈ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് സെറ്റാക്കുക എന്നൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് ഓരോ കഥാപാത്രങ്ങളെയും ഏതൊക്കെ സിറ്റുവേഷനിലൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം എന്നുള്ളത് ചിന്തിക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെ ആയപ്പോൾ ഇറ്റ് മെയ്ഡ് മീ ആബ്സെൻറ്റ് മൈൻഡഡ് അറ്റ് ഹോം. വീട്ടിലൊക്കെ കിളിപോയൊരവസ്ഥയിലാണ് നമ്മുടെ എഴുത്തുകാരി ഇരുന്നിരുന്നത്. മൈ മദർ വാസ് കണ്ടിന്യൂലി ആസ്കിങ് വൈ ഐ ഡിഡൻറ്റ് ആൻസർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അമ്മ എപ്പോഴും ചോദിക്കാൻ തുടങ്ങി, നീ എന്താ ഞാൻ ചോദിക്കണമെന്ന് നീ കേൾക്കണില്ല, എന്താ നീ ഉത്തരം പറയാത്തേ എന്നൊക്കെ അമ്മ ചോദിച്ചു തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇവൾ ആൻസർ ഒന്നും ചെയ്യുന്നില്ല, കാരണം മൈൻഡ് മുഴുവൻ ഈ ഒരു ഡിറ്റക്റ്റീവ് നോവലിനെ കുറിച്ചാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഐ ടോൾഡ് മദർ വാട്ട് ഐ വാസ് ഗോയിങ് ടു ഡു. അപ്പോൾ എന്താണ് ചെയ്യാൻ പോകണമെന്നുള്ളത് അമ്മയുടെ അടുത്ത് പറയുകയാണ്. എനിക്കിങ്ങനെ ഒരു ഡിറ്റക്റ്റീവ് നോവൽ എഴുതണം, ഇങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സിനെയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതണം എന്നവൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ മദർ ഹാഡ് ദ യൂഷ്വൽ കംപ്ലീറ്റ് ഫെയ്ത്ത് ദാറ്റ് ഹെർ ഡോട്ടേഴ്സ് കുഡ് ഡു എനിത്തിങ്. അപ്പം അമ്മ പറഞ്ഞ കാര്യം, എൻ്റെ പെൺമക്കൾക്ക് എല്ലാ കാര്യം, എന്ത് കാര്യം വേണമെങ്കിലും അവർക്ക് നല്ല രീതിക്ക് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് അമ്മ പറയുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ് നീ എഴുതാൻ പോകണമെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറിയാന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ അമ്മ എൻകറേജ് ചെയ്യാണ് ചെയ്തത്. ദാറ്റ് വിൽ ബി എ നൈസ് ചേഞ്ച് ഫോർ യു, നിനക്കത് നല്ലൊരു മാറ്റമായിരിക്കും എന്നൊക്കെ പറഞ്ഞ അമ്മ എൻകറേജ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം അവസാനിക്കുന്നത്. വളരെ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുള്ളൂ. നിങ്ങൾ 2-3 പേജ് കണ്ട് ടെൻഷനൊന്നും ആവണ്ട. ഞാനിപ്പോൾ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. അപ്പം ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്ത് ഒന്നും കൂടി ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ നമുക്ക് മസ്റ്റായിട്ട് പഠിക്കേണ്ടത് ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. അതിന് മുന്നായിട്ട് നമുക്ക് ഇപ്പം ഞാൻ കുറേ ക്യാരക്ടേഴ്സിൻ്റെ പേരൊക്കെ പറഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ പേരൊക്കെ ഞാൻ ഒന്നും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഇത് സ്ക്രീനിൽ കാണുന്നത് നിങ്ങളൊന്ന് എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് നോക്കുക നിങ്ങൾ. അപ്പം ഈ ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറീനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇൻസ്പയർഡ് ബൈ ഷെർലക് ഹോംസ്. അപ്പോൾ ഷെർലക് ഹോംസിൻ്റെ കഥകളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മുടെ റൈറ്റർ ഈ ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറീൻ്റെ തീമായിട്ട് ആദ്യം തന്നെ സെറ്റ് ചെയ്യുന്നത് എന്താ, ഡെത്ത് ബൈ പോയിസണിങ് ആണ്. അതായത് ഒരു പോയിസൺ കൊണ്ട് മരണപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ഈ ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറിയുടെ തീം എന്ന് പറയുന്നത്. തീം ഓർ അവളുടെ മനസ്സിലോട്ട് വരുന്ന ഐഡിയ. ദെൻ ഷീ പ്ലാൻ ടു റൈറ്റ് അൺയൂഷ്വൽ മർഡർ. അവരൊരു യൂഷ്വലായിട്ടൊരു മർഡർ അല്ല, അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു മർഡറാണ് മൂപ്പരാളെ എഴുതാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇനി അതിലെ ക്യാരക്ടേഴ്സിൻ്റെ പേര് താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, കൊലയാളി വേണം എന്ന് ഇവൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരാളെന്ന് പറയുന്നത് എങ്ങനെയുള്ള ആളായിരിക്കണം? ഷീ വോണ്ട്സ് എ സിൻസ്റ്റർ ലുക്കിംഗ് ആൻഡ് ബ്ലാക്ക് ബിയേർഡ് പേഴ്സൺ. ഒരു എന്താ പറയുക, കാണുമ്പോൾ ഒരു ദുഷ്ടനാണെന്ന് തോന്നുന്ന ഒരു കറുത്ത താടിയുള്ള ഒരാളായിരിക്കണം. അപ്പോൾ ആൾക്ക് ലാസ്റ്റ് ഒരു പേരൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ആൽഫ്രഡ് ഇഗ്ലത്തോർപ്പ് എന്നാണ് പേര്. അപ്പോൾ ഇത് നമ്മുടെ കൊലയാളിയുടെ പേരാണ് കേട്ടോ. ഇനി ഒരു ഹാർട്ടി വുമൻ, അവളുടെ പേര് ഇവ്ലിൻ എന്നുള്ളൊരു പേരിട്ടൊരു വുമനെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സൺ, ഡോട്ടർ, നെഫ്യൂനൊക്കെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ബെൽജിയൻകാരനാണ്, ബെൽജിയൻ ഡിറ്റക്റ്റീവാണ്. ബെൽജിയൻ ഡിറ്റക്റ്റീവിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ഹീ ഷുഡ് ഹാവ് ബീൻ ആൻ ഇൻസ്പെക്ടർ, ഒരു ഇൻസ്പെക്ടർ ആയിരിക്കണം. സോ ദാറ്റ് ഹി വുഡ് ഹാവ് എ സർട്ടൻ നോളേജ് ഓഫ് ക്രൈം. അപ്പോൾ ആൾക്ക് ക്രൈമിനെ കുറിച്ചൊക്കെ ഒരു നോളേജ് ഉണ്ടാവും. ഹി വുഡ് ബി മെറ്റിക്കുലസ്, very tidy, a tidy little man. He should be very brainy. He would have a little grey cells. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഡിറ്റക്റ്റീവിന് ഉണ്ടായിരിക്കണം. അപ്പോൾ ആൾക്കിട്ട് കൊടുക്കുന്ന പേരാണ് ഹെർക്യൂൾ പൈററ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ ഞാൻ ലാസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുകയോ എഴുതിയെടുക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ഡസ് ദ ജോബ് അറ്റ് ദ ഡിസ്പെൻസറി പ്രൊവൈഡ് ദ ഓതർ എ ഫേവറബിൾ ഓപ്പർച്യൂണിറ്റി ടു തിങ്ക് അബൌട്ട് ഹെർ നോവൽ. നമ്മുടെ നോവലിനെ പറ്റി ചിന്തിക്കാനായിട്ട് എങ്ങനെയാണ് നല്ലൊരു അനുയോജ്യമായിട്ടൊരു സ്ഥലമായിട്ട് ഡിസ്പെൻസറി കണ്ടത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായിരുന്നു. കാരണം നഴ്സിംഗ് ജോബ് എന്ന് പറയുന്നത് കുറച്ച് ബിസിയാണ്, പക്ഷേ ഡിസ്പെൻസറിയിൽ നമ്മളെപ്പോഴും ബിസി ആയിട്ടിരിക്കണം എന്നില്ല, ഒരുപാട് ഫ്രീ സമയങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്. ദെൻ വാട്ട് ആർ ദ ഓതേഴ്സ് തോട്ട് ഓൺ ദ മെത്തേഡ് ഓഫ് ഹെർ റൈറ്റിംഗ്. അതായത് താൻ എഴുതാൻ പോകുന്ന ആ ഒരു റൈറ്റിംഗ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഷീ സ്റ്റാർട്ടഡ് തിങ്കിങ് വാട്ട് കൈൻഡ് ഓഫ് ഡിറ്റക്റ്റീവ് സ്റ്റോറി ഷീ കുഡ് റൈറ്റ്. എന്ത് കാര്യത്തെക്കുറിച്ച് എഴുതണം എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. സിൻ ഷീ വാസ് സറൗണ്ടഡ് ബൈ പോയ്സൺ.
ഇറ്റ് വാസ് നാച്ചുറൽ ദാറ്റ് ഷീ ഷുഡ് റൈറ്റ് അബൌട്ട് ഡെത്ത് ബൈ പോയ്സണിങ്. അപ്പോൾ ഇവൾക്ക് ചുറ്റും കുറച്ച് പോയ്സൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഡെത്ത് ബൈ പോയ്സണിങ്, ഈ ഒരു പോയ്സൺ ഏറ്റ് മരണപ്പെടുന്നതിൻ്റെ ഒരു കാര്യം എഴുതിയാൽ എന്താ എന്നാണ് അവൾ ചിന്തിക്കുന്നത്. ലാസ്റ്റ് ഫൈനലി അത് അവൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു തോട്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദെൻ ഐ വെൻറ്റ് ഓൺ ടു ഡ്രമാറ്റിസ് പേഴ്സോണി വാട്ട് ഈസ് ഷീ തിങ്കിങ് ഓഫ്. അപ്പോൾ നമ്മുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് എടുക്കുമ്പോൾ അവൾ എന്താണ് ചിന്തിച്ചതെന്നാണ് ചോദിക്കണേ. ഷീ ഈസ് തിങ്കിങ് ഓഫ് ദ വേരിയസ് ക്യാരക്ടേഴ്സ് ഇൻ ദ ഡിറ്റക്റ്റീവ് സ്റ്റോറി. ഷീ വാസ് പ്ലാനിങ് റൈറ്റ് സം വൺ ഷുഡ് കിൽ സംബഡി ഫോർ സം റീസൺ. അപ്പോൾ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരാളെ കൊന്നിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മളത് ഡിറ്റക്റ്റീവ് ഇൻവെസ്റ്റിഗേഷനിലോട്ട് പോവുമല്ലോ, അങ്ങനെയാണ് ചിന്തിക്കുന്നത് കേട്ടോ. ദെൻ എന്താണ്, ഓതേഴ്സ് ഇൻറ്റൻഷൻ ഈസ് ടു ക്രിയേറ്റ് എ ന്യൂ ഡിറ്റക്റ്റീവ് ഓഫ് ഹെർ ഓൺ. അപ്പോൾ അവൾക്ക് ഈ നമ്മുടെ ബാക്കിയുള്ള ഷെർലക് ഹോംസിലത്തെ പോലത്തെയുള്ള ആൾക്കാരൊന്നും വേണ്ട, അവളുടേതായിട്ടുള്ള രീതിയിലൊരു ഡിറ്റക്റ്റീവ് വേണം എന്നവൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷെർലക് ഹോംസ് ഈസ് എ ഫേമസ് ഡിറ്റക്റ്റീവ് ക്രിയേറ്റഡ് ബൈ ദ ഗ്രേറ്റ് റൈറ്റർ സർ അർത്തൂർ കോനൻ ഡോയിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക പേര് കേട്ട ഒരു കഥാപാത്രമാണ് ഷെർലക് ഹോംസ് എന്ന് പറയുന്നത്. ബട്ട് ഷീ വാണ്ടഡ് ഇൻവെൻറ്റ് എ ഡിറ്റക്റ്റീവ് ഓഫ് ഹെർ ഓൺ. അപ്പോൾ അവൾക്ക് സ്വന്തമായിട്ട് ഒരു ഡിറ്റക്റ്റീവ് വേണമെന്നുണ്ടായിരുന്നു. ദെൻ എ കൈൻഡ് ഓഫ് ബട്ട് ഓർ സ്റ്റൂജ് ലൈക്ക് മിസ്റ്റർ വോസ്റ്റൺ ടു ഷെർലക് ഹോംസ്. അതേപോലെ തന്നെ തൻ്റെ ഡിറ്റക്റ്റീവിൻ്റെ കൂടെയും ഒരു കമ്പാനിയൻ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഷെർലക് ഹോംസിൻ്റെ കൂടെ എപ്പോഴും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അതേപോലെ ഇവളുടെ ഡിറ്റക്റ്റീവിൻ്റെ കൂടെയും ഒരു കമ്പാനിയൻ വേണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അക്കോർഡിംഗ് ടു ദ ഓതർ, വാട്ട് ഈസ് എ മോസ്റ്റ് യൂഷ്വൽ കൈൻഡ് ഓഫ് മർഡർ. എപ്പോഴും സാധാരണമായിട്ട് നടക്കുന്ന കൊലപാതകം എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഒരു ഹസ്ബൻഡ് ഒരു വൈഫിനെ കൊല്ലുന്നതാണ് സാധാരണയായിട്ട് നടക്കുന്ന കൊലപാതകം. ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് സീംസ് ടു ബി ഒബ്വിയസ് ആൻഡ് നോട്ട് ടു ഒബ്വിയസ് അറ്റ് ദ സെയിം ടൈം. വാട്ട് ഈസ് അഗാഥ ഒപ്പീനിയൻ അബൌട്ട് ദിസ്. അതായത് ഡിറ്റക്റ്റീവ് കഥകളിൽ കുറ്റവാളി ആരാണെന്നും അതേസമയം തന്നെ ആണെന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള സൂചനകൾ അതിലുണ്ടാവും, പക്ഷെ ആളായിരിക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇൻ അഗാഥ ക്രിസ്റ്റീസ് ഒപ്പീനിയൻ ദ ഓൾ പോയിന്റ് ഓഫ് എ ഗുഡ് ഡിറ്റക്റ്റീവ് സ്റ്റോറി ഈസ് ദാറ്റ് ദ മർഡറർ മേ ലുക്ക് ഒബ്വിയസ് ബട്ട് ദെൻ ഫോർ സം റീസൺ ഹി കുഡ് നോട്ട് ഹാവ് ഡൺ ഇറ്റ്. നമ്മൾ ആദ്യം വിചാരിക്കും ആൾ തന്നെയാണ് കൊന്നതെന്ന് വിചാരിക്കും, പക്ഷെ പിന്നീടാണ് ആളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. ദെൻ സെവൻത്ത് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഹെർ മർഡറർ എന്ന് പറയുന്നത്. അപ്പോൾ മർഡറർ എങ്ങനെയായിരിക്കണം, ഒരു എന്താ പറയുക സിൻസ്റ്റർ ലുക്കിംഗ് ആയിരിക്കണം, അതേപോലെ തന്നെ ഓർ ഇവൽ ലുക്കിംഗ് ആയിരിക്കണം, ഒരു ബ്ലാക്ക് ബിയർഡും ഉണ്ടായിരിക്കണം. ദെൻ ഓതർ ഐഡൻറ്റിഫൈഡ് ഹെർ ക്യാരക്ടർ ഫ്രം ഹെർ സറൗണ്ടിങ്സ്. ക്യാൻ യു സൈറ്റ് എക്സാമ്പിൾസ്. അപ്പോൾ അവളുടെ ക്യാരക്ടേഴ്സിനെ അവളുടെ സറൗണ്ടിങ്സിൽ നിന്ന് തന്നെയാണ് സെലക്ട് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ബെൽജിയൻ റെഫ്യൂജീസിൽ നിന്നാണ് നമ്മുടെ ഡിറ്റക്റ്റീവായിട്ടുള്ള ബെൽജിയൻ ഡിറ്റക്റ്റീവ് വന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു വുമൻ ആയാലും ഒക്കെ തന്നെ ചുറ്റുപാടിൽ നിന്ന് തന്നെ എടുത്തത് തന്നെയാണ്. വാട്ട് മേക്സ് ഹെർ സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് റിയൽ പീപ്പിൾ. അപ്പം നേരിട്ടറിയാവുന്നവരെ കുറിച്ച് അവൾ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം ഒരാളെ കണ്ടില്ലേ, വീടിൻ്റെ അപ്പുറത്ത് വന്ന ഒരാൾ, അപ്പോൾ ആളെപ്പറ്റി അവൾ ചിന്തിച്ചില്ല. കാരണം അവൾക്കറിയാവുന്ന ആ ഒരാൾ കൊലപാതകങ്ങൾ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവൾക്ക് ചിന്തിക്കാൻ പറ്റാഞ്ഞത് ആളെക്കുറിച്ച്. അപ്പോൾ അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വൈ ഡിഡിൻ ദ വൈഫ് മാറ്റർ മച്ച് ഇൻ ഹെർ ഡിറ്റക്റ്റീവ് സ്റ്റോറി. അപ്പോൾ തൻ്റെ ഡിറ്റക്റ്റീവ് സ്റ്റോറിയിൽ എന്തുകൊണ്ടാണ് ഭാര്യയ്ക്ക് അത്രയും പ്രാധാന്യം കൊടുത്ത് എഴുതാത്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവൾ അതിന് ആൻസർ പറയുന്നത്, ഇൻ ഹെർ ഡിറ്റക്റ്റീവ് സ്റ്റോറി ദ വൈഫ് വുഡ് ബി മർഡേഡ് മോർ ഫോർ ഹെർ മണി ദാൻ ഹെർ ക്യാരക്ടർ ആൻഡ് ദെർഫോർ ദ വൈഫ് ഡിഡ് നോട്ട് മാറ്റർ മച്ച്. അപ്പോൾ ഇതിൽ ഭാര്യ കൊല്ലപ്പെടുന്നത് പണത്തിന് വേണ്ടിയിട്ട്, കൂടുതൽ പണം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കൊല്ലുന്നത് അല്ലേ, ഭാര്യനെ കൊല്ലുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭാര്യയ്ക്ക് അത്ര പ്രാധാന്യം കൽപ്പിക്കാത്തത് അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ക്യാരക്ടറിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ലല്ലോ, പണത്തിന് വേണ്ടിയല്ലേ കൊന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ വരുന്നത്. സിമ്പിളായിട്ടുള്ളൊരു പാഠഭാഗമാണ്. നിങ്ങളിതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ക്യാരക്ടേഴ്സിൻ്റെ പേരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ നേരത്തെ കൊടുത്ത സ്ക്രീൻഷോട്ട് ആ ഒരു പേജ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.